हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാ. നമുക്ക് ഭജഗോവിന്ദം ചാണ്ട് ചെയ്യാം ഒന്നിച്ച്. 7 ശ്ലോകം വരെ, ആദ്യം മുതൽ 7 ശ്ലോകം വരെ ഇത് സാധാരണ ചെല്ലുന്നത് പോലെ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാംസവസാദിവികാരം മനസി വിചിന്തയ വാരം വാരം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ. നളിനീദളഗത ജലമതിതരളം തത്വജീവിതം അതിശയചപലം വിദ്ധി വ്യാധി അഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ. യാവത് വിത്തോപാർജനസക്ത സ്ഥാവന്നിജ പരിവാരോ രക്ത പശ്ചാത് ജീവതി ജർജരദേഹേ വാർത്താംഗോപി ന പൃച്ഛതി ഗേഹേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ. യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായൗ ദേഹാപായേ ഭാര്യാഭീപ്യതി തസ്മിൻ കായേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ. ബാലസ്താവത് ക്രീഡാസക്ത തരുണസ്താവത് തരുണീസക്ത വൃദ്ധസ്താവത് ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപി ന സക്ത. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ
സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. ഓക്കെ, നമുക്ക് ഈ ദ്വാദശമഞ്ജരിക സ്തോത്രം 12 ശ്ലോകങ്ങൾ പ്ലസ് ഭജഗോവിന്ദം 13 ശ്ലോകങ്ങൾ ആവുന്നത് വരെ നമുക്ക് എല്ലാ ശ്ലോകങ്ങളും എല്ലാ ദിവസവും ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ കുറച്ചും കൂടി മനസ്സിൽ ഉറക്കില്ലോ, അതുകൊണ്ടാണ്. സാരമില്ല, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ 7ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഈ പറഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ശങ്കരൻ മൂക്കത്ത് കൈ വയ്ക്കുന്നത് എപ്പോഴാണ്. അയ്യോ കഷ്ടം, മൂക്കത്ത് അദ്ദേഹം കൈ വയ്ക്കുന്നത് നമ്മളുടെ ബുദ്ധിശൂന്യമായ പ്രവൃത്തികൾ, കർമ്മങ്ങൾ കാരണം വളരെ വളരെ അതുല്യമായ വിലപ്പെട്ട ജീവിതം നമ്മൾ നശിപ്പിച്ച് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മൂക്കത്ത് കൈ വയ്ക്കേണ്ടി വരുന്നത്. മനുഷ്യൻ സമയം വൃഥാ കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഓരോ നിമിഷവും കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വന്നുപോയ ഇന്നലത്തെകളെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന വരുമോ വരില്ലെന്നറിയില്ല, വരാനിരിക്കുന്ന നാളത്തെകളെക്കുറിച്ചും ചിന്തിച്ച് 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 വറി ടെൻഷൻ ഇന്ന് കയ്യിലുള്ള ജീവിതം നശിപ്പിച്ച് കളയുന്നു. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ജീവിതം ജീവിക്കാതെ ആ എനർജി മുഴുവൻ നമ്മൾ ഐദർ ആങ്സൈറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ ഓർ വറീസ് ഓഫ് ദ പാസ്റ്റ്. എന്താണാവോ സംഭവിക്കുക? എന്താ അങ്ങനെയൊക്കെ സംഭവിച്ചത്? എനിക്ക് എന്താ ചെയ്യുക? വറീസ് ഓഫ് ദ പാസ്റ്റ്, തിരിച്ചാണ്, വറീസ് ഓഫ് ദ പാസ്റ്റ്, ആങ്സൈറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ. ഈ രണ്ടിൽ നമ്മൾ പ്രസൻറ്റിൽ എക്സൈറ്റഡ് ആണ്. കർമ്മം ചെയ്യാനല്ല നമ്മുടെ എക്സൈറ്റ്മെൻറ്റ്. അവർ പ്രസൻറ്റ് എക്സൈറ്റ്മെൻറ്റ് ഈസ് ഐദർ ഓൺ ദ വറീസ് ഓഫ് ദ പാസ്റ്റ് ഓർ ആങ്സൈറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ. അതുകൊണ്ട് ഫലത്തിൽ നമ്മൾ കർമ്മം ഒന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുപോകും. നോ എഫേർട്ട് ഫ്രം അവർ സൈഡ്. പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഇല്ല. നമ്മുടെ കയ്യിലുള്ള മണിമുത്തുകൾ വലിച്ചെറിയാണ് ഓരോ നിമിഷവും അർത്ഥശൂന്യമായ ചിന്ത കൊണ്ട് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ചാവക്കാട് കടപ്പുറത്ത് പോയി. അപ്പോൾ അവിടെ മണൽ കൂമ്പാരം ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ട്, കടലിൻ്റെ വന്നടിച്ചിട്ട്. അവിടെ ചെന്ന ആൾക്കാർ ഇരിക്കാറുണ്ട്. അദ്ദേഹം അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഏതാണ്ട് സൂര്യാസ്തമയമൊക്കെ ആയി. വെളിച്ചം കണ്ണെട് തുറന്ന് കാണില്ല. പക്ഷെ അങ്ങനെ അവിടെ സ്ഥലം ഭയങ്കര പരിചയമുള്ള ആളാവുക കാരണം അദ്ദേഹത്തിന് വെളിച്ചമൊന്നും വേണ്ട. പിന്നെ മൊബൈലിൻ്റെ വെളിച്ചം ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാറ്റിനും. ആ വെളിച്ചത്തിലെല്ലാം ചെയ്യാമല്ലോ. അത് ജ്ഞാനസിദ്ധിയായിട്ട് നമ്മളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. അപ്പോൾ ടോർച്ചും എന്താ പറയുക ചൂട്ടും കമ്പരാന്തലൊന്നും വേണ്ട. അപ്പോൾ ഈ മൊബൈലിൻ്റെ വെളിച്ചം മതി. അപ്പോൾ ഇതും കൊണ്ട് അങ്ങനെ അവിടെ ആ മണൽത്തട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്ന് സുഖമായിട്ട് അങ്ങനെ ഇരുന്ന് ആ സൂര്യാസ്തമയം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയുടെ രമണീയം. എന്നാൽ പുറത്തേക്ക് അങ്ങനെ വെളിച്ചം കാണാനുമില്ല. അങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങനെ ആടി ഇരുന്നപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ നഖം വെച്ച കൈ ഇങ്ങനെ മണലിലിങ്ങനെ തട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ മണലിൽ നിന്ന് എന്തോ ഒരു ചെറിയൊരു ഒരു 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 പാക്കറ്റ് കൈ കിട്ടിയ പോലെ അങ്ങോട്ട് തോന്നുന്നില്ല, കിട്ടി. ആ പാക്കറ്റ് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എന്താ വെള്ളറങ്ങല്ല, നിറയെ വെള്ളറങ്ങല്ല. അപ്പം അതങ്ങൊരു കപ്പലണ്ടി പൊതിഞ്ഞ് വെക്കണ പോലെ അവിടെ മടിയിൽ വെച്ചു. അതുകൊണ്ട് കടലിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക, സൂര്യ അസ്തമയത്തിൻ്റെ വർണ്ണനൊക്കെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കാത്ത. ഓഫീസിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഭാര്യയുടെ പ്രസവം, മകളുടെ ഉദ്യോഗം, മകൻ്റെ പഠിപ്പ്, മകളുടെ കല്യാണം, കുട്ടറ ചോറൂണ്, ഇങ്ങനെ അവിടുത്തെ സദ്യ, ഇവിടുത്തെ സദ്യ, പൂന്താനം പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അതെന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ എപ്പിസോഡിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴും അങ്ങോട്ട് ഇതൊന്നൊരു വെള്ളാരങ്കല്ലെടുത്ത് കടലിലേക്ക് വലിച്ചെറിയും, പെട്ടെന്ന് ഏറെറിയും. അതവിടെ ചെന്നിട്ട് പ്ലും അങ്ങോട്ട് വീഴും താഴത്ത്. അത് നിന്നുണ്ടാവുന്ന പൊള്ള അത് കാണാൻ ഒരു രസം, മനസ്സിലായി? അതിങ്ങനെ കണ്ടിരിക്കും.
കുറച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ചിന്ത വന്നു. ആ രണ്ടാമത്തെ ചിന്തയും ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു വെള്ളാരങ്കലെടുത്തു, ഒരേറ് കൊടുത്തു. അതും വെള്ളത്തിൽ താണിട്ട് ബ്ലിന്ന് താണു, പൊന്തി വന്നു. പൊള പൊള പൊളന്നുള്ള പൊള്ളകൾ പൊന്തി വന്നു. അത് കണ്ട് രസിക്കുക. ഇങ്ങനെ ആ സഞ്ചിയിലുള്ള ഒരു 20 30 വെള്ളാരങ്കല്ലുള്ളതിൽ ഒരു 20 വെള്ളാരങ്കല്ലുണ്ടെങ്കിൽ അതിലൊരു 16 17 വെള്ളാരങ്കല്ല് അങ്ങോട്ട് ഇങ്ങനെ കളഞ്ഞു. അതിനിപ്പോൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് അറിയാതെ അങ്ങോരോ സഞ്ചി അങ്ങോരോ മുണ്ടിൻ്റെ മടിക്കുത്തിൽ അതിൽ പെട്ടു, അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിലെന്ന് ചോദിച്ചല്ലോ, എവിടെയായാലും വരില്ല. അതിലറിയാണ്ട് അങ്ങോരോ കൈ പെട്ടു. അത് അങ്ങോരോ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കാരണം വെളിച്ചൊന്നുമില്ല അത് കൊണ്ട് കളയാനാകുന്നതായിട്ട്. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്തു. വീട്ടിൽ കൊണ്ടുപോയി ഷർട്ടൊക്കെ ഊരിയിട്ടു. മുണ്ട് മാറാൻ മുണ്ട് നോക്കിയപ്പോൾ ഉണ്ടാ ഒരു സഞ്ചി താഴത്തേക്ക് കൊണ്ടു ബ്ലിങ്ങുണ്ട് സഞ്ചി. അപ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്, നല്ല ഹാലോജൻ ലാമ്പൊക്കെ ഉണ്ട്. വേഗം സഞ്ചി എടുത്തു, ഉരുക്കി ഉള്ളിൽ നിന്ന് കൈയിട്ടിട്ട് വെള്ളാരങ്കൽ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു പറഞ്ഞു. എന്താ അതിൽ കണ്ടത്? പ്യുവർ ഡയമണ്ട്സ്, പ്യുവർ ഡയമണ്ട്സ്. എത്രയും പ്യൂരിറ്റിയുള്ള ഡയമണ്ട്സ്. ഇങ്ങനെ ഡയമണ്ട്സിൻ്റെ ലക്ഷണം പറയാമെന്ന് എനിക്കറിയില്ല. അത്രയും നല്ല ഡയമണ്ട്സ്, വള 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 വള. അത് സഞ്ചി അങ്ങോട്ട് പുറത്തേക്ക് എടുത്തപ്പോഴേക്കും ഭയങ്കര ഒരു ഗ്ലോ റൂമിലാകെ. എത്ര എണ്ണ അയാൾ കളഞ്ഞു, എത്ര വെള്ളാരങ്കല്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ കളഞ്ഞു. ഇതാണ് നമ്മളും സമയം കളയുന്നത്. ഓരോ പ്രവൃത്തിയിലും നമ്മളുടെ ബുദ്ധിശൂന്യമായിട്ടുള്ള പ്രവൃത്തി കൊണ്ട് നമ്മൾ കളയണം. ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിക്കാതെ ബുദ്ധിപൂർവം ജീവിക്കാനാണ് ശങ്കരൻ്റെ ആഹ്വാനം. ഇങ്ങനെ ഡോണ്ട് വേസ്റ്റ് യുവർ പവേഴ്സ്. പോയതോ പോയി, രണ്ടെണ്ണല്ലേ കയ്യിൽ, അതെങ്കിലും വെച്ച് നന്നാവും. ഇങ്ങനെ നമ്മൾ ജീവിതം വെള്ളാരങ്കല്ല് പോലെ വിചാരിച്ചിട്ട് ഇങ്ങനെ കളയാം. സമയം വെള്ളാരങ്കല്ലൊന്നുമല്ല, അത് കയ്യിൽ നിന്ന് പോയാൽ കിട്ടില്ല. അത് ബാങ്കിലിടാനും പറ്റില്ല സമയം. ഇന്നെനിക്കിപ്പോൾ ഉപയോഗമില്ല 24 മണിക്കൂർ, 10 മണിക്കൂറേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 12 മണിക്കൂർ സർപ്ലസ് ഫണ്ട് വന്ന് ബാങ്കിലിടുന്ന പോലെ കൊണ്ടിട്ടാൽ ആ 24 മണിക്കൂർ നമുക്ക് തിരിച്ചു കിട്ടില്ല. ദൈവം എല്ലാവർക്കും ഒരേ വിധത്തിൽ ഒരു പാർഷ്യാലിറ്റി ബാഹ്യമായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ പങ്കുവെച്ച് കൊടുത്തിട്ടുള്ളത് സമയമാണ്. മറ്റതെല്ലാം വ്യത്യാസങ്ങളുണ്ട്. 10 രൂപ കൊടുത്തിട്ടുള്ളവരും 1000 രൂപ കൊടുത്തിട്ടുള്ളവരും 2 ബിൽഡിംഗ് കൊടുത്തിട്ടുള്ളവരുണ്ടാവും, 4 ബിൽഡിംഗ് കിട്ടിയിട്ടുണ്ടാവും, 2 കുട്ടികളുണ്ടാവും, 1 കുട്ടികളും ഉണ്ടാവില്ല, 10 കുട്ടികളുള്ളവരുണ്ടാവും. സമയം മാത്രം എല്ലാവർക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ 24 hours. അപ്പോൾ അത് കാരണം അത് ഇന്ന് ഞാൻ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ നാളെ ബാങ്കിലിട്ടിട്ട് തിരിച്ചു മേടിക്കാൻ പറ്റില്ല, അത് ഡെപ്പോസിറ്റ് ആവില്ല. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിച്ച് സമയത്തിന് വിനിയോഗിക്കുക. കളഞ്ഞ പോലെ വെള്ളാരങ്കൽ കളഞ്ഞ പോലെ ഡയമണ്ട്സ് കൊണ്ട് കളയരുത്, മുത്തുമണികൾ കൊണ്ട് കളയരുത്. ഇൻവെസ്റ്റ് വൈസ്ലി. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ജീവിക്കാനാണ് ശങ്കരൻ്റെ ആഹ്വാനം. ഗ്രഹഭരണം, നമ്മൾ പുലർത്തുന്ന പലവിധമായിട്ടുള്ള ബന്ധങ്ങൾ, ഭാര്യ ഭർത്താവ്, അമ്മാവൻ അമ്മായി, സഹോദരന്മാർ സഹോദരിമാർ, വളരെ വളരെ വലിയ പങ്കാണ് നമ്മളുടെ എന്താ പറയുക ജീവിതത്തിൽ വഹിക്കുന്നത്. ഗാർഹ്യബന്ധം എന്ന് പറയുന്നത് ചില്ലറയല്ല, നല്ലൊരു എന്താ പറയുക പങ്ക് നമ്മുടെ സംസാരം വഹിക്കുന്നുണ്ട്, സംസാര ജീവിതം വഹിക്കുന്നുണ്ട്. ആരും അതിനെ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഓരോ ബന്ധനത്തിനും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അതിൽ നിന്ന് അപ്പുറം അതിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ നമ്മൾ പ്രവർത്തിച്ചാൽ ബുദ്ധിമോശം. ഏത് ബന്ധമായാലും ശരി, ബന്ധനമായാലും ശരി, ബന്ധുവായാലും ശരി, എത്ര ഡിയർ ആൻഡ് നിയർ ആയാലും ശരി, എല്ലാവർക്കും ഒരു പരിമിതിയുണ്ട്. എവറിത്തിങ് ഹാസ് എ എൻഡ്, ലിമിറ്റേഷൻ. എൻഡല്ല, ലിമിറ്റേഷൻ. അതിൽ നിന്ന് കിട്ടുന്നതേ അത് കിട്ടുള്ളൂ. ഇത്രയും വലിയ സാഗരം, സംസാരം എന്താ അങ്ങേ അറ്റത്തെ വലിയ വലിയ സാഗരം, 1 ഔൺസ് കുടിക്കാനുള്ള വെള്ളം എന്ന് കിട്ടുമോ? കിട്ടില്ല. ബിക്കോസ് ദാറ്റ് ഈസ് എ ലിമിറ്റേഷൻ. അതതിൻ്റെ പരിമിതിയാണ്.
അത്ര വലിയ ജലാശയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കുട്ടികളെ, നിങ്ങൾക്ക് ഒരു ഔൺസ് വെള്ളം കുടിക്കാൻ തരാൻ എനിക്ക് പറ്റില്ല. ഇറ്റ് അഡ്മിറ്റ്സ് ദ ഫാക്ട്. നമ്മൾ മാത്രം വിഡ്ഢികളെ പോലെ ചെപ്പോടും കുടമൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കോരി കുടിക്കുക. കിട്ടില്ല. ഹു ആസ്ക് യു ടു എക്സ്പെക്ട്? ആരാ നിങ്ങളോട് കടലിൽ നിന്ന് വെള്ളം കുടിക്കാമെന്ന് പ്രതീക്ഷിക്കാൻ പറഞ്ഞത്? അങ്ങനെ പ്രതീക്ഷയുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായത്? ഡിസപ്പോയിൻമെൻറ്റ് കാരണമല്ലേ നിങ്ങൾക്ക് ആങ്കർ വന്നത്? ആങ്കർ കാരണമല്ലേ നിങ്ങൾക്ക് വിസ്ഡം പോയത്? എല്ലാം നശിച്ചത് കൊണ്ടല്ലേ? ഹു ആസ്ക് യു ടു എക്സ്പെക്ട്? യുവർ ഇഗ്നറൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ അടക്കാണേ, പ്ലീസ് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് നമ്മുടെ പരിമിതി മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ കടലിലേക്ക് കുടവും കൊണ്ട് പോകണു. അതിലിപ്പോൾ കിട്ടില്ല, കുടിവെള്ളം കിട്ടില്ല, വയ്ക്കാനുള്ള വെള്ളം കിട്ടില്ല എന്ന്. അതുള്ളോടത്തേക്ക് പോവോ? എത്ര ഭംഗിയുള്ളൊരു മരം കൊണ്ടുണ്ടാക്കിയ പശുവാണെങ്കിലും ഒരു ഔൺസ് പാല ഒന്ന് കിട്ടുമോ? എത്ര ഇരുന്ന് കറന്നാലും, ഏത് ഡയറി ഫാം വിദഗ്ധം വന്നാലും കിട്ടുമോ? കിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കിട്ടാത്ത സാധനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മളുടെ ബന്ധുക്കളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്നെല്ലാം. അത് വേണം, ഇത് വേണം, ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ഇതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് മാഷേ. ഈ സത്യം മനസ്സിലാക്കിയിട്ട് വേണം ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാൻ. അങ്ങനെ ചിന്തിച്ച് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം വളരെ സുഗമമാണ്. ഒരു സുഖമായിട്ടൊരു യാത്രയാവും, ഒരു ക്ലേശമില്ലാത്ത യാത്ര. ഇത് അറിഞ്ഞ് ജീവിച്ചാൽ. അല്ലെങ്കിൽ ഒരു യാതനപരമായ യാത്ര, ഒരു വിലാപയാത്ര. ഈ ദിശയിലേക്ക് നമ്മളുടെ ചിന്ത തുറന്നു വിടാനാണ് ശങ്കരൻ നമ്മളെ പഠിപ്പിക്കുന്നത് പലവിധമായിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ. അതിൽ ഒരു ദൃഷ്ടികോണിൽ നിന്ന് ശങ്കരൻ ചോദിക്കുകയാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൽ. നമുക്കതൊന്ന് വായിച്ച് പിന്നീട് അതിൻ്റെ അർത്ഥം പറയാം. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര കസ്യത്വം കുതായാത തത്വം ചിന്തയ തദിഹ ഭ്രാത ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. ഒന്നും കൂടി. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര കസ്യത്വം കുത ആയാത തത്വം ചിന്തയ തദിഹ ഭ്രാത ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര കസ്യത്വം കുത ആയാത തത്വം ചിന്തയ തദിഹ ഭ്രാത. വെരി സിമ്പിൾ ലൈൻസ്. കാതേ കാന്ത, ആരാണ് നിൻ്റെ ഭാര്യ? അസലായി ശങ്കരൻ്റെ ചോദ്യം. ആരാണ് നിൻ്റെ ഭാര്യ? മനസ്സിലാക്കി തരാം, കുറച്ച് ശ്രമിക്കൂ. കറിഞ്ഞാൽ കൈ വെക്കണ്ട, കൊണ്ടാണ്ടിരുന്നാൽ മതി. കാതേ കാന്ത, ആരാ നിൻ്റെ ഭാര്യ? കസ്തേ പുത്ര, ആരാ നിൻ്റെ പുത്രൻ? ശങ്കരന് വട്ടുപിടിച്ചു എന്നാ തോന്നുന്നു കേട്ടോ. എന്തൊക്കെ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കണം. കാതേ കാന്ത, ആരാ നിൻ്റെ ഭാര്യ? കാതേ പുത്ര, കസ്തേ പുത്ര അയം സംസാര അതീവ വിചിത്ര. ഈ സംസാരം അത്യന്തം വിചിത്രം തന്നെ. സന്യാസിമാർക്ക് അങ്ങനെയൊക്കെ പറയില്ലേ? സംസാരോയം അതീവ വിചിത്ര. ഇത്ര നല്ല വാക്കുകളല്ലേ, എന്തൊരു ഭംഗിയുള്ളൊരു ലലാബായി അല്ലേ. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയം അതീവ വിചിത്ര. റൈമിങ് കണ്ടില്ലേ? പുത്ര വിചിത്ര. അയം സംസാര അതീവ വിചിത്ര. അങ്ങനെയാണ്
പ്രോസ് ഓർഡറിൽ വരിക. മീനിങ് ഈ സംസാരം അത്യന്തം വിചിത്രം തന്നെ. എന്തുകൊണ്ടാണെന്ന് പറയാം. കസ്യ ത്വം കുത ആയാതാ ത്വം കസ്യ. പോട്ടെ, ഭാര്യ ആരാന്ന് ചോദിച്ചു, കുട്ടികളാരാന്ന് ചോദിച്ചു. അടുത്ത ചോദ്യം എന്താ അറിയോ? നമ്മുടെ നെഞ്ഞത്തേക്കാണ് കയറുന്നത്. നീ ആരാണ്? നീ ആരുടെയാണ്? ഹൂ ആർ യു ആൻഡ് ടു ഹൂം യു ബിലോങ് ടു? ഇതൊക്കെ സിമ്പിൾ എലിമെൻ്ററി ക്വസ്റ്റ്യൻസ് അല്ലേ? ആരാ ഭാര്യ? ആരാ കുട്ടികൾ? നീ ആരാ? നീ ആരുടെയാ? സി ഹൗ തോട്ട് പ്രൊവോക്കിംഗ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ. ഇതൊക്കെ നമുക്ക് സില്ലി ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നും. ബട്ട് വി ഹാവ് നോ ആൻസർ. വി ഹാവ് നോ ആൻസർ, ട്രൂ ആൻസർ. ത്വം കസ്യ, നീ ആരുടെയാണ്? നീ ആരാണ്? കുത ആയാത, നീ എവിടുന്ന് വന്നു? വേർ ആർ യു കമ്മിങ് ഫ്രം? നമ്മൾ കണ്ടാൽ ചോദിക്കില്ലേ, യു ആർ ഫ്രം? ഐ ആം ഫ്രം കേരള. അതെയോ? ആ അതെ. ഇതുപോലെ ചോദ്യം ചോദിക്കുകയാണ്. കസ്യത്വം കുത ആയാത, വേർ ഹാവ് യു കം ഫ്രം? വെർ ഈസ് യുവർ ഓറിജിൻ? വിച്ച് ഈസ് യുവർ പ്ലേസ് ഓഫ് ഓറിജിൻ? കുത ആയാത തത്വം തത് ഇഹ ചിന്തയ. തത് തത്വം ഇഹ ചിന്തയ. ഈ തത്വം, നീലാ തത്വത്തെ ഇവിടെ ചിന്തിക്കൂ. ഏത് തത്വത്തെ? ആരാ നിൻ്റെ ഭാര്യ? ആരാ നിൻ്റെ കുട്ടി? നീ ആരാണ്? നീ ആരുടെയാണ്? ഇങ്ങനെയുള്ള ഉത്തരത്തിൽ നിന്ന് കിട്ടുന്ന എന്താ ചോദ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ ചിന്തിക്ക്. ആരെ? ഹേ ഭ്രാത, തത്വം ചിന്തയ തദിഹ ഭ്രാത. മൈ ഡിയർ ബ്രദർ, നോക്കൂ, നമ്മൾ കുട്ടികളെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വന്നാൽ ശകാരിക്കില്ലേ? അവർ ചെയ്യണ പ്രവൃത്തികൾ കണ്ടാൽ. മണ്ണിൽ കളിക്കുക, ചളിയിൽ കളിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കാണ്ടിരിക്കുക, അല്ലേ? പഠിക്കേണ്ട നേരത്ത് കളിക്കുക, കളിക്കേണ്ട നേരത്ത് പഠിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യം വന്നാൽ കുട്ടിയെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക? കുറയ്ക്കാം ഇവിടോ, ഇഡിയറ്റ്, ഫൂൾ എന്നൊക്കെ അല്ലേ പറയാം. അതൊക്കെ കഴിഞ്ഞ് ആ കുട്ടി നമ്മൾ പറയണതെല്ലാം കുട്ടി ശ്രദ്ധിച്ച് ഇങ്ങനെ കേൾക്കുകയാണ്. കളിപ്പാട്ടങ്ങളൊക്കെ മാറ്റിയിട്ട് കയ്യും കാലൊക്കെ ഒന്ന് തുടച്ച് അച്ഛൻ എന്താ പറയണത് വെച്ചാൽ അങ്ങനെ കാത്തിരുന്ന് കാതോർത്ത് കേൾക്കുക എന്തൊക്കെയാണ് അച്ഛൻ പറയണത്. അപ്പോൾ നമ്മളിങ്ങനെ അഡ്വൈസ് കൊടുക്കുകയാണ് കുട്ടിക്ക്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, പങ്ക്ച്വാലിറ്റി വേണ്ടേ, സമയത്ത് നീ ചെയ്യണ്ടേ, പ്ലേ വർക്ക് വെൻ യു വർക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ഇരുന്നാൽ പോരാ, ഡിസിപ്ലിനായിരിക്കണം എന്നൊക്കെ നല്ല അഡ്വൈസുകൾ ഇങ്ങനെ അച്ഛൻ മകനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫൂളിഷ് ചൈൽഡ്, വൺസ് അപ്പോൺ എ ടൈം ഫൂളിഷ് ചൈൽഡ്, ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ്. അപ്പോൾ അച്ഛന് മനസ്സിലായി ഇവന് പരിവർത്തനം വരുന്നുണ്ട്. കുറേശ്ശെ മനസ്സിലാക്കി തുടങ്ങി. കാരണം കയ്യും കാലമൊക്കെ അവൻ തന്നെ പോയിട്ട് കഴുകി. ഇനി ഞാൻ പറയണത് കേൾക്കാതിരിക്കുകയാണ് ആദരപൂർവം. അച്ഛനെന്തെങ്കിലും പറയാം, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയല്ല, വിത്ത് ഇൻ്റലിജൻറ്റ് ഡിവോഷൻ ഈസ് ലിസണിങ് ടു മീ, ഈസ് കൺസേൺഡ്. പാവം അവന് മനസ്സിലായി അവൻ ചെയ്യണ കുറ്റം എന്താന്ന്, തെറ്റെന്താന്ന് അവന് മനസ്സിലായി. അങ്ങനെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനെ വിഡ്ഢിയെ, സ്റ്റുപ്പിഡ്, ഇഡിയറ്റ് എന്നൊക്കെ വിളിക്കുമോ? ഭാഷ മാറില്ല അച്ഛൻ്റെ. മോനെ, പൂട്ട, കുഞ്ഞുമണിയെ എന്നൊക്കെ ഭാഷയാവില്ലേ? ഇല്ലേ? നമ്മൾ ദിവസേന വീട്ടിൽ കാണുന്ന അങ്കല്ലേ ഇത്? എന്താ സംശയം? ഒരു ഒരു മനസമാധാനമില്ലായ അങ്ങോട്ട് സമ്മതിക്കുമോ? അങ്ങനെയാണ് ലോകപരിചയം, ലോകതത്വം. ആദ്യമൊക്കെ വഴക്കഴിക്കും, ചപ്പ ചവറ എന്നൊക്കെ പറയും. അതൊക്കെ കഴിഞ്ഞും എല്ലാം അവൻ നമ്മളെ വഴിക്ക് വരാൻ തുടങ്ങിയാൽ നമ്മൾ ഓവനക്കുട്ടാ, കുഞ്ഞുണ്ണിയെ, ഇല്ലേ? എന്തൊക്കെ പേരുകൾ അവനെ വിളിക്കുക, ബാബു, എന്തൊക്കെ വായിൽ വന്ന പേരൊക്കെ വിളിക്കും, ഇല്ലേ? ശങ്കരൻ അതിനൊന്നും പുറപ്പെട്ടിട്ടില്ല. ഡുക്രിങ്കരൻ എനിക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായി, അവന് മനസ്സിലാവുന്നുണ്ട്, തത്വങ്ങളൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ മൂഢ എന്നുള്ള വാക്കൊക്കെ നിർത്തി. മൂഢചഹീഹി ധനാഗമ തൃഷ്ണ എന്ന് പറഞ്ഞ ഭാഷയൊക്കെ നിർത്തിയിട്ട് ഇപ്പം എന്താ പറയുന്നത്? തത്വം ചിന്തയ തതിഹ ഭ്രാത. ഓ മൈ ഡിയർ ബ്രദർ, നോക്കൂ, ചോയ്സ് ഓഫ് വേർഡ്സ് പറയുന്നത് ഇതാണ്. അല്ലെങ്കിൽ മൂടാന്നുള്ള വാക്ക് അവിടെ കൊണ്ടാക്കാൻ ശങ്കരന് പറ്റാനിട്ടാ.
ചിലർ പറയേണ്ടത് അത് ഭ്രാന്താണെന്ന്. എന്തായാലും കുഴപ്പമില്ല, മൂടനല്ല. ഭ്രാന്താന്നാണ് ശരിക്കുള്ള അവിടെ അപ്രോപ്രിയേറ്റ് വാക്ക് തന്നെ ശങ്കരൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ അർത്ഥം, സാമാന്യ അർത്ഥത. അപ്പോൾ ഗാർഹസ്ഥ്യ ജീവിതം തികച്ചും ദൈവികമാണ്, തെറ്റിദ്ധരിക്കണ്ട. ഈശ്വരൻ്റെ അനുഗ്രഹമാണ് നമ്മളെ ഗൃഹസ്ഥരാക്കി വിട്ടത്. കാരണം ഇങ്ങനൊരു പ്ലേ ഫീൽഡ്, ഒരു കണ്ടീസീവ് പ്ലേ ഫീൽഡ് നമുക്ക് പ്രദാനം ചെയ്ത ഭഗവാനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, നമ്മളെ ഗൃഹസ്ഥനാക്കി കൊണ്ടിട്ടത്. സന്യാസിമാർക്ക് വേറെ ഈസ് ഓപ്ഷൻ. അവർക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാനൊരു ഓപ്ഷൻ എവിടെ? ഇതല്ല. നമ്മളുടെ ക്യാരക്ടർ ഞാൻ കാണിക്കണമെങ്കിൽ ഐ ആം ത്രോൺ ഇൻ എ മഡ്. ക്യാരക്ടർ ഈസ് വാട്ട് യു ആർ ഇൻ ദ ഡാർക്ക്. അപ്പോൾ ഗൃഹസ്ഥ ജീവിതം എന്ന് പറയുന്നത് തികച്ചും ദൈവികമാണ്, അതിമനോഹരവുമാണ്. പക്ഷേ ബിഗ് ബട്ട് ഒന്നോർക്കണം, ഈ ഗാർഹിക ജീവിതത്തിലുള്ള ഒരു ബന്ധനങ്ങൾക്കും അസ്തിത്വമില്ല. ഇത് മാത്രം ആലോചിച്ചാൽ മതി. നോ ബോണ്ടേജ് ഇൻ ദിസ് വേൾഡ്, നോ റിലേഷൻഷിപ്പ് ഇൻ ദിസ് വേൾഡ് ഈസ് പെർമനൻറ്റ്. നെവർ എവർ ദേ ആർ പെർമനൻറ്റ്. ഒരു കാലത്തും പെർമനൻ്റ് ആയിട്ട് നിൽക്കില്ല അവർ. ഈ മഹാസത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ചെറിയൊരു സത്യമാണ്, ബന്ധുക്കൾ, ബന്ധനങ്ങൾ, ഇതൊന്നും തന്നെ എന്താ പറയുക, അധികം കാലം നിലനിൽക്കില്ല. മേ ബി ഫോർ ഫ്യൂ ഇയേഴ്സ് നിലനിൽക്കില്ല. ഇത് മനസ്സിലാക്കി ജീവിച്ചാൽ ലൈഫ് ഈസ് ഗ്രേറ്റ്. അല്ലെങ്കിലോ ഓരോ മാറ്റത്തിനും, ബന്ധുക്കളുടെ ഭാവമാറ്റത്തിന്, ബന്ധങ്ങളുടെ ഭാവമാറ്റത്തിന് ഓരോരോ പ്രാവശ്യം അത് മാറുമ്പോൾ ഓരോ പ്രാവശ്യം തലയ്ക്ക് ഒരടി കിട്ടുന്നു, ഒരേ കല്ലിങ്ങനെ വന്ന് വീഴും, ഡും ഡും. എന്തിനാണ് എൻ്റെ ചോട്ടിൽ ചെന്ന് നിന്നത്? ഒരു ഹെൽമെറ്റ് ഇട്ട് നിന്നാൽ മതിയായിരുന്നില്ലേ? എന്തിനാ ഈ ചക്ക മുറുകി അങ്ങനെ പോയത് വെറും കൈയോടെ? ഒരു മുളഞ്ഞിട്ട് കെട്ടിപ്പോവോ? എത്ര സുഗമമാക്കാൻ നമുക്ക് ജീവിതം ഈ ബന്ധങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. നമ്മൾ ട്രെയിൻ യാത്ര പോകാമെന്ന് വിചാരിക്കുക, ഇവിടുന്ന് എറണാകുളം ടു ഡൽഹി രാജധാനിയിൽ. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, കയറി, ട്രെയിൻ വന്നു, കയറി. എറണാകുളത്ത് ഞാൻ കയറി, എൻ്റെ ബർത്ത് ഞാൻ നോക്കി. ഐ വെൻ്റ് ആൻഡ് സാറ്റ് ഇൻ ദാറ്റ് പ്ലേസ്. ദ പ്ലേസ് അലോട്ടഡ് ടു മീ. എനിക്ക് അർഹതപ്പെട്ട ബർത്ത് എനിക്ക് അലോട്ട് ചെയ്ത് കിട്ടി. ഞാൻ എൻ്റെ ബുക്കിംഗ് അനുസരിച്ചിട്ട് എനിക്കത് അലോട്ട് ചെയ്ത് കിട്ടി. 2 ടയർ, 4 സീറ്റല്ലേ ഉണ്ടാവുക. അതിലൊരു സീറ്റ് എനിക്ക് അലോട്ട് ചെയ്ത് തന്നു. ഞാൻ ആ സീറ്റിൽ കയറിയിരുന്നു. ട്രെയിൻ പുറപ്പെട്ടപ്പോൾ വേറെ ആരും ഇല്ല അതിൽ. ഓൾമോസ്റ്റ് ആ കമ്പാർട്ട്മെൻറ്റിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്റേഡ് ആയിട്ടിരിക്കുന്ന 2-3 ആൾക്കാരേ ഉള്ളൂ. അവരെക്കുറിച്ച് നമുക്കറിയില്ല. എറണാകുളം കഴിഞ്ഞു, അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരെത്തി. തൃശ്ശൂരെത്തിയപ്പോൾ ഒരു 10-15 ആൾക്കാരും കൂടി കയറി. അതിൽ 2-3 ആൾക്കാർ എൻ്റെ നെയ്ബേഴ്സാണ്. നെയ്ബേഴ്സ് മീൻസ് ആ സീറ്റിൽ ബാക്കി 3 കാലില്ലേ, ആ 3 എൻ്റെ അടുത്ത് വന്നിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തെ ബർത്തിൽ, ഇപ്പുറത്തെ ബർത്തിൽ. എനിക്ക് നല്ലോണം അവരെ കാണില്ല, വലിയ കാഴ്ചപ്പാടൊന്നുമില്ല, അവരെ കാണൂല, അവരാരാന്നും എനിക്കറിയില്ല. മുഖം ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളതല്ലാണ്ട്. ഇവരങ്ങനെയല്ല, ഇവരെ കയറി ഇവിടെ വന്നിരുന്നു. ഹലോ ഹലോ, 3 ഹലോ ഹലോ ഹലോ. അവർ 3 വേറെ തൃശ്ശൂരിൽ നിന്ന് കയറിയെന്നേ ഉള്ളൂ. ഒരാൾ കുന്നംകുളത്ത് നിന്ന് വരുന്ന ആളാണ്, ഒരാൾ പറവൂരിൽ നിന്ന് വരുന്ന ആളാണ്, വേറൊരാൾ വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്ന ആളാണ്. അങ്ങനെ 3 നിൽക്കുന്നു വന്ന് സ്റ്റേഷനിൽ കയറി. അവർ തമ്മിലും പരിചയമില്ല. അവർക്കും അറിയില്ല ഈ കമ്പാർട്ട്മെൻറ്റിൽ ഒന്നിച്ച് കയറുന്നു. അങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കേണ്ട 4ാമത്തെ ഒരാൾ, അതും അറിയില്ല അവർക്ക് ഇതൊന്നും അറിയില്ല. കയറി 3 കയറി വന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ടും പറഞ്ഞു ഹലോ, അയാൾ ഇങ്ങോട്ടും പറഞ്ഞു ഹലോ 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 ഹലോ. 4 ഹലോ, ഒറ്റ കൂട്ടപ്പടക്കം. ഇങ്ങനെ ഹലോ 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 പറഞ്ഞു ഏതാണ്ട് പാലക്കാടെത്തി. ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വാട്ട് ഈസ് യുവർ നെയിം, വേറെ ഇതൊക്കെ ചോദിച്ചു. എല്ലാ കാര്യങ്ങളും ചോദിച്ചായിരുന്നു. അപ്പോൾ
ഒരു ബന്ധവുമില്ല, നേരിട്ട് അപ്പൊന്നും ഒരു ബന്ധമില്ല, തമ്മിൽ അറിയുന്നല്ലാണ്ട്. കുന്നംകുളമാണല്ലേ, കുന്നംകുളം എവിടെയാ? നമ്മൾ ഗുരുവായൂർ പോണ റോട്ട്, അവിടുന്ന് എത്ര കൊണ്ടും പോകണം, 2 കിലോമീറ്റർ പോകണം. ആർത്താട്ട് പള്ളി അടുത്താണോ? അവിടെയൊക്കെ വന്നിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ബസ്സിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണാറുണ്ട് ബോർഡ്. ഓക്കെ, ശരി, സന്തോഷം. നിങ്ങളെവിടെയാ? ഞാൻ പറവൂരാ. പറവൂരാ, അപ്പം എന്താ എറണാകുളത്ത് പോകാൻ? ഇങ്ങോട്ട് പോരാ നല്ലത് തോന്നി ഇങ്ങോട്ട് പോന്നു. ഇങ്ങനെ അതും കഴിഞ്ഞു. വേറൊരാൾ ചോദിച്ചാൽ പറഞ്ഞു അയാൾ കൊടുങ്ങല്ലൂരാ. വേറൊരാൾ വേറൊരു ദിക്കില്ല. അങ്ങനെ 4 ആൾ 4 ദിക്കിലോ. സന്തോഷം, എല്ലാവരും സന്തോഷം, കണ്ടതിൽ സന്തോഷം. അങ്ങനെ പറഞ്ഞ് പാലക്കാട് എത്തി. പാലക്കാട് എത്താറായപ്പോൾ അങ്ങനെ കണ്ടും പിന്നെ ചോദ്യം എന്തായി? ഒരാളോട് ചോദിച്ചു, എവിടേക്കാ, ഏതുവരെ ഉണ്ട്? ഒരാൾ, ഞാൻ പറഞ്ഞു ഞാൻ ഡൽഹിക്ക് പോവാ. ഡൽഹി വരെ ഉണ്ട്, പോകുന്നുണ്ടല്ലേ? അതെ. നിങ്ങളോ? ഞാൻ ഇവിടെ മുംബൈ വരെ. മുംബൈയിലിറങ്ങും. മുംബൈയിലിറങ്ങല്ലേ? ശരി ശരി. മുംബൈയിൽ എന്താണാവോ? മുംബൈയിൽ കുറച്ച് പണിയുണ്ട്. അത് തുറന്ന് വിട്ടൊന്നും പറയില്ല, മുംബൈയിൽ കുറച്ച് പണിയുണ്ട്. ഓക്കെ, ശരി. മൂന്നാമത്തെ ആളോട് ചോദിച്ചപ്പോൾ നിങ്ങളെങ്ങോട്ടാ? ഞാൻ ഭോപ്പാലിലേക്കാണ്. ഭോപ്പാൽ. ബോംബെയിൽ നിന്നും പോകണമല്ലേ? അതെ, ബോംബെയിൽ നിന്നും കൂടി കുറച്ച് പോകണം, എന്നാലേ ഭോപ്പാലെത്തുള്ളൂ. ഭോപ്പാൽ വരെ ഉണ്ടാവുമല്ലേ? അതെ, ഉണ്ടാവും. നാലാമത്തെ ആളോട് ചോദിച്ചു നിങ്ങളെങ്ങടാ? ഞാൻ ആഗ്രയിൽ ഇറങ്ങും കേട്ടോ. ആഗ്ര, ഡൽഹിയുടെ തൊട്ടിപ്പുറത്ത് അല്ലേ? അപ്പോൾ ഡൽഹി വരെ അങ്ങോട്ട് വന്നുകൂടെ? നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് പോകുമായിരുന്നു. ഇല്ല, അത് പറ്റില്ല, എനിക്ക് ആഗ്രയിൽ ഇറങ്ങണം. താജ്മഹൽ കാണാമെന്ന് ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അയാളവിടെ വന്നിക്കും, അപ്പോൾ അവിടെ ഇറങ്ങണം. അവിടെ ഇറങ്ങാണ്ടെങ്കിൽ വരാൻ പറ്റില്ല അവിടെ. ശരി, റൈറ്റ്, സന്തോഷം. 4 ആൾക്കാരും അത് സംസാരിച്ച് അവിടെയും വേണ്ടി ഫുഡൊക്കെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡ് ഇവരാരും തമ്മിൽ അറിയില്ല, അതാണ് രസം. കൊണ്ടുവന്ന ഫുഡൊക്കെ പങ്കുവെച്ചു, സന്തോഷമായിട്ട് ഓരോ തമാശകൾ പറഞ്ഞ്, കാര്യങ്ങൾ പറഞ്ഞ്. ഡൽഹിയിലത്തെ കാര്യം ഒരാൾ പറയും, ബോംബെയിലത്തെ കാര്യം വേറൊരാൾ പറയും, നാട്ടിലെ കൊടുങ്ങല്ലൂർ ഭരണിയെക്കുറിച്ച് വേറൊരാൾ പറയും. മനസ്സിലായില്ലേ? പറവൂർ വേലയെക്കുറിച്ച് വേറൊരാൾ പറയും. ഇങ്ങനെ ഓരോരുത്തർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് തമ്മിൽ സംസാരിച്ച് കൊണ്ടുവന്ന ഫുഡ് കഴിച്ച്. എന്നാനിപ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കല്ലേ? കിടക്കുക, എല്ലാവരും കിടക്കുക. എല്ലാവരും കിടന്നു. പിറ്റേ ദിവസം കാലത്ത് നീട്ടു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ നേരത്തെ നീട്ടില്ലോ? ഞാൻ അങ്ങനെയാണ് പതിവ്, ഞാൻ നേരത്തെ നീക്കും. അതെയോ? സോറി കേട്ടോ, ഞാൻ കുറച്ച് ലേറ്റായിട്ടേ നീക്കുള്ളൂ. അപ്പോൾ ബർത്ത് താഴത്തേക്ക് ഇടാണ്ട് ബുദ്ധിമുട്ടായി. അതൊന്നുമില്ല, ഇനി വേണമെങ്കിൽ കിടന്നോളൂ. വളരെ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ വന്ന് ബോംബെയിൽ വന്നു ട്രെയിൻ. ബോംബെയിൽ വന്നാൽ ബോംബെയിലുള്ള ആൾക്കാർ ഇറങ്ങണ്ടേ? ബോംബെയിൽ വരുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് അയാൾ തുടങ്ങും. അയാളല്ല, നമ്മൾ തുടങ്ങും. നിങ്ങൾ ബോംബെയല്ലേ, 1 മണിക്കൂറല്ലോ ട്രെയിനി. ഇയാൾ ഇറങ്ങാൻ വേണ്ടി പറയണതല്ല. ഇയാൾക്ക് ട്രെയിൻ തെറ്റരുത്, ആ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് ബുദ്ധിമുട്ടാവരുതെന്ന് ചോദിച്ചിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്യാനാണ് അങ്ങോരോട് പറയണത് ബോംബെയിൽ ഇറങ്ങണമെന്ന്. അപ്പോൾ അങ്ങോട്ട് പറയാൻ എനിക്കറിയാം, ബോംബെയുടെ ഔട്ടറിൽ കുറച്ച് നിർത്തും വണ്ടി. ഇതിൽ പല പ്രാവശ്യം പോയി വന്നിട്ടുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ അവിടെ മതി, 10 മിനിറ്റല്ലേ വേണ്ട, എനിക്ക് ലഗേജൊന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ പെട്ടിയും കിടക്കൊന്നും ഇല്ലാത്തവർക്ക് എനിക്കൊരു ഹാൻഡ് ബാഗ് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ എടുത്ത് അങ്ങോട്ട് ഇറങ്ങും. ശരി. ബോംബെ വന്നു. ബോംബെ ഇറങ്ങി 3 പേരും കൂടി അദ്ദേഹത്തിന് യാത്ര അയച്ച വണ്ടിയിൽ നിന്ന് ഇറക്കി. കുറച്ചൊക്കെ ഒരു മനപ്രയാസം ഉണ്ടാവുമോ? സന്തോഷം കേട്ടോ, കണ്ടതിൽ സന്തോഷം. ഏതായാലും നിങ്ങൾ ഡെലിവറി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. പക്ഷേ ഇവിടെ ഇറങ്ങാണ്ട് നിർത്തിയില്ലല്ലോ. ഇല്ല, എനിക്ക് നിർത്തിയില്ല, എനിക്ക് ഇതുവരെ വന്നാൽ കൊള്ളാൻ നോക്കിയിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും കാണാം, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്നേ. ശരി, ഓക്കെ. അങ്ങനെ 3 ആളും തിരിച്ചിങ്ങോട്ട് വന്നു. ദാറ്റ്സ് ദി എൻഡ് ഓഫ് ഇറ്റ്. പിന്നെ അടുത്ത ആൾ ഇതേപോലെ ഭോപ്പാലിൽ ഇറങ്ങി. 3-ാമത്തെ ആളും ഇതേപോലെ ആഗ്രയിൽ ഇറങ്ങി. ഇയാൾ മാത്രം ബാക്കി. ഡൽഹിയിൽ വന്നപ്പോൾ ഇയാളും ഇറങ്ങി. പക്ഷേ ദാറ്റ് ട്രെയിൻ ജേർണി വാസ് മെമ്മറബിൾ. ഇത്ര സന്തോഷമായിട്ടാണ് 4 പേരും വന്നത്. തമ്മിൽ അറിയ പോലുമില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ആരൊക്കെ എവിടെ ഇറങ്ങേണ്ട, എപ്പോഴാണ് ഇറങ്ങേണ്ടതൊക്കെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. നല്ലൊരു കമ്പനിയായിരുന്നു, ഗുഡ് കമ്പനി, എക്സലൻറ്റ് കമ്പനി. അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളില്ല, ഒക്കെ വെരി പ്ലസൻറ്റ് ഡിസ്പോസിഷൻ. ഷെയറിങ് ദ ഫുഡ്, എന്തൊരു പ്ലസൻറ്റ് എക്സ്പീരിയൻസാണ്. ഓരോരുത്തരും ഇറങ്ങുമ്പോൾ ചെറിയൊരു ഹാങ് ഓവർ ഉണ്ടാവും. അയാൾ പോയാൽ പറയും നല്ലൊരു മനുഷ്യനല്ലേ, സംസാരിക്കാൻ നല്ല രസമുണ്ട് അയാളോട് സംസാരിച്ചിരിക്കാൻ. ദാറ്റ്സ് ഓൾ. ഭോപ്പാലിൽ ഇറങ്ങിയപ്പോൾ അയാളെക്കുറിച്ച് ഇയാൾ പറയും. ആഗ്രയിൽ അയാൾ ഇറങ്ങി പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ആത്മകഥ, ഒരു 3 പേര് നല്ലൊരു കമ്പനി ആയിരുന്നില്ലേ എന്ന് ഞാൻ തന്നെ സ്വയം അങ്ങനെ ആലോചിക്കും. ഏതായാലും നല്ലൊരു ജേണി ആയിരുന്നു ഇതെന്ന്. ഓരോരുത്തരും ഇറങ്ങിപ്പോകുമ്പോഴും ചെറിയൊരു എന്താ പറയുക, ദുഃഖമുണ്ടായെങ്കിലും പക്ഷേ അവർ ഒന്നിച്ചിരുന്നിട്ടുള്ള സുഖം ആ ദുഃഖത്തിനേക്കാൾ എത്രയോ വലുതായിരുന്നു. ആ ഒരു കമ്പനി, ആ ഒരു സുഖം, ആ ഒരു ബന്ധമുണ്ടല്ലോ, ഒരു ദിവസത്തെ ബന്ധം,
അസാമാന്യ സുഖം നൽകുന്നൊരു ബന്ധമായിരുന്നത്. ദിസ് ഈസ് ലൈഫ്. നേരെ മറിച്ച് എറണാകുളത്ത് നിന്ന് ഞാൻ വണ്ടി കയറി, തൃശ്ശൂർ നാളായാലും വന്ന് കയറിയപ്പോൾ ഞാൻ കീഴ്പോട്ട് നോക്കുന്നത് എത്തി ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് അങ്ങനെ വരും. തുടങ്ങി. എന്നിട്ട് വന്നു, ഒരാൾ വന്നു, പെട്ടി താഴ്ത്തു വെച്ചു. പെട്ടി താഴ്ത്തു വെച്ചപ്പോൾ അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൾ സ്റ്റെയർ ചെയ്തിട്ട് ഞാൻ. പെട്ടി അവിടെ വയ്ക്കാൻ പാടില്ല എന്നർത്ഥം. അത് വാക്കാൽ പറയാതെ കണ്ണുകൊണ്ട് നോക്കി അയാളെ വലിപ്പിച്ചു. ഇവിടെ എല്ലാം വെട്ടി വയ്ക്കുക, തൻ്റെ സീറ്റിൻ്റെ അടുത്ത് കൊണ്ടൊക്കെ എന്ന് പറഞ്ഞ് അയാൾ ചെയ്യണ വരെ ഞാൻ അങ്ങനെ മുഖത്ത് നോക്കിയിരുന്നു, ദേഷ്യം പ്രകടിപ്പിച്ചിട്ട്. പാലക്കാട് വരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും. പാലക്കാട് എത്തി കിടക്കാറായപ്പോൾ വേറെ ആർ യു ഫ്രം? ഐ ആം ഫ്രം തൃശ്ശൂർ. ഓ ഐ സീ. വേർ ആർ യു ഗോയിങ്? ഐ ആം ഗോയിങ് ടു ഡൽഹി. ഓക്കെ. അപ്പോൾ ഞാൻ ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? ഇല്ല, ലൈറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ഐ വാണ്ട് ടു റീഡ് അപ് ടു 12 o'clock. അല്ല, 10 മണി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യണമെന്നല്ല നിയമം. അല്ല, അത് സോറി, എനിക്ക് കുറച്ച് ലൈറ്റ് ഇട്ടാലേ സുഖമുള്ളൂ. എന്താ ചെയ്യുക? യു വാണ്ട് യു ഗോ ആൻഡ് കംപ്ലയിൻറ്റ് ടു ടി ടി, ഞാൻ പറഞ്ഞോളാം. അപ്പോൾ മറ്റാൾ അതെങ്ങനെയാണ് ലൈറ്റ് ഓഫ് ചെയ്യുക? എന്താ ലൈറ്റ് ഓഫ് ചെയ്താൽ? ആ ഒരു ജീവിതത്തിൽ ഡൽഹിയിൽ എത്തണവരെ അവർക്ക് സുഖം ഉണ്ടാവുമോ? ഒരാൾ ബോംബെയിൽ ഇറങ്ങാനോ സന്തോഷം, ഗുഡ് റിട്ടേൺസ്, ഓ അയാൾ പോയി കിട്ടില്ലോ. അങ്ങനെയൊരു റിലേഷൻഷിപ്പ് ആ ട്രെയിനിലായിക്കൂടെ? ഈ ബന്ധങ്ങൾ എല്ലാം ട്രെയിനിൽ അങ്ങനെ ആയിക്കൂടെ? ആ ജീവിതം എന്താവും? ദുസ്സഹമായിട്ടുള്ള ജീവിതമാവില്ലേ? ഇറങ്ങേണ്ട സ്ഥലത്ത് എഴുതണ്ട. ആരെങ്കിലും വിഡ്ഢികൾ പറയോ താൻ ബോംബെയിൽ ഇറങ്ങുക? അതെ, ഞാനും ഇറങ്ങാന്ന് അവിടെ, നിങ്ങളുടെ കൂടെ ഞാനും ഇറങ്ങാം. കാരണം നിങ്ങൾ വണ്ടിയിലില്ലാണ്ട് എനിക്കിതിൽ ഇരിക്കാൻ വയ്യ. ഏട്ടാ, ഒരു ദിവസം താൻ ഇയാളുടെ കൂടെ എടുത്തിട്ടോ, അപ്പോഴേക്കും വണ്ടിയിലിരിക്കാൻ വയ്യാണ്ടേ? അയ്യോ, നോ സ്റ്റുപ്പിഡ് മാൻ വിൽ എവർ സേ ദിസ്. എത്ര സുഖമായിട്ട് ജീവിക്കാൻ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഈ യാത്രക്കാരനെ പോലെ. എത്ര ദുസ്സഹമാക്കാം ആ ജീവിതത്തിനെ. ഓൺലി ആറ്റിറ്റ്യൂഡ്. യുവർ മൈൻഡ് ഡിറ്റർമിൻസ്, ദ ഡയറക്ഷൻ ഓഫ് യുവർ മൈൻഡ് ഡിറ്റർമിൻസ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്. നമുക്ക് തന്നെ പാറയുണ്ടാക്കുകയാണ്. നമ്മൾ തന്നെ മതിൽ കെട്ടുകയാണ്. ആ തൃശ്ശൂരിന് കയറി അവരോട് ഒന്ന് മുഖം വീർക്കാണ്ട് ഒന്ന് മര്യാദയ്ക്ക് ചിരിച്ച് സംസാരിച്ചാൽ എന്തായിരുന്നു? ആദ്യം പോയ നാലാൾക്കാരുടെ പോലെ. നിങ്ങൾ അവരാരാ? ബദ്ധശത്രുവോ ബദ്ധവൈര്യോ? ഒരു ദിവസം വണ്ടിയിൽ ഒന്നിച്ചിരിക്കും, ഇതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അയാൾക്ക് എന്താ പറയുക, ഫാൻ AC ഉണ്ടെങ്കിൽ ഫാൻ ഇടാൻ പാടില്ല. രാത്രി 10 മണി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യണം. പെട്ടി അവിടെ വയ്ക്കാൻ പാടില്ല, ഇവിടെ വയ്ക്കണം. കാലത്ത് നേരത്തെ നീട്ടാൽ ബർത്ത് 6 മണിയാകുമ്പോഴേക്കും കാലിയാക്കി കൊടുക്കണം, മിഡിൽ ബർത്ത്. എന്താണ്? അപ്പോൾ ആരുടെ കയ്യിലായി ജീവിതം നന്നാക്കാനിരിക്കുന്നത്? അതൊന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ ബന്ധങ്ങൾ, കുട്ടികൾ, അച്ഛന്മാർ, അമ്മ, അനുജൻ, ജ്യേഷ്ഠൻ, അനുജൻ, ഇതൊക്കെ പറയുന്നത് ഓരോ യാത്രക്കാരാണ്. ഒരു സമുദ്രത്തിൽ ഒരു 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 എന്താ പറയുക, മരത്തിൻ്റെ കഷ്ണം അങ്ങനെ ഒലിച്ചു വരികയെന്ന് വിചാരിക്കുക. മരം വേര് പുഴങ്ങിയിട്ട് മരം ഒലിച്ചു വരികയാണ്. ഇനി വെള്ളപ്പൊക്കത്തിലോ നദിയിൽ എവിടെയെങ്കിലും കുഴപ്പമില്ല, ജലാശയത്തിലോ എന്ന് വിചാരിച്ചാൽ മതി. അതിങ്ങനെ വരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ വേറൊരു മരക്കഷ്ണം വരുന്നു. ഇത് ഈ ഒഴുക്കിൻ്റെ പ്രവാഹത്തിൽ 2 മരക്കഷ്ണം കൂടി ഒന്ന് ഒത്തുകൂടി ഒന്ന് ചേർന്നു തപ്പുന്നൊന്ന് കൂട്ടിമുട്ടലും കഴിഞ്ഞു, വേറെ വീട്ടിലും കഴിഞ്ഞു. അത് രണ്ട് വഴിക്ക് പോവുകയും ചെയ്തു. ഇതല്ലേ ജീവിതം? യഥാ കാഷ്ടം ച സമേയാദൗ മഹാതഥൗ. യഥാ എങ്ങനെയാണോ കാഷ്ടം ച ഒരു വിറക് കഷ്ണം വേറൊരു വിറക് കഷ്ണത്തിൻ്റെ മുകളിൽ തട്ടിമുട്ടുന്നത് എങ്ങനെ? എവിടെ? മഹാതഥൗ, മഹാവെള്ളത്തിൽ, ജലാശയത്തിൽ എങ്ങനെയാണോ ഒരു മരത്തടി ഒരു കാഷ്ടം വേറൊരു കാഷ്ടത്തിൻ്റെ മുകളിൽ കൂട്ടിമുട്ടുന്നത്, എന്നിട്ട് കൂട്ടിമുട്ടിയിട്ട് എങ്ങനെയാണോ അത് മാറിപ്പോകുന്നത്, അതാണ് ജീവിതം. തമ്പുരാൻ്റെ ഭാരതത്തിലെ ശ്ലോകം അത്.
ആ തർജ്ജമ ശിരോമണിയുടെ തർജ്ജമ കേൾക്കണ്ടേ നിങ്ങൾക്ക്? യഥാ കാഷ്ടം ച കാഷ്ടം ച സമേയാദൗ മഹാദധൗ. എന്താ വ്യാസന്റെ പ്രയോഗം? യഥാ കാഷ്ടം ച കാഷ്ടം ച. ഒരു കാഷ്ടത്തിൻ്റെ മുകളിൽ വേറൊരു കാഷ്ടം ചെന്ന് മുട്ടുക. സമേതൗതൗ ഒന്നിച്ച് കൂട്ടിച്ചേരുക. എവിടെ? മഹാദധൗ. മുട്ടിയും മുട്ടിയും കൂട്ടിമുട്ടുമെങ്ങനെ ആഴിയിൽ. ഉണ്ടോ? കാഷ്ടം എന്ന് വെച്ചാൽ മുട്ടി എന്നർത്ഥം, മരമുട്ടി. യഥാ കാഷ്ടം ച സമേതൗതൗ മഹാദധൗ. മുട്ടിയും മുട്ടിയും കൂട്ടി മുട്ടുമെങ്ങനെ ആഴിയിൽ. കൂട്ടിമുട്ടും പിരിഞ്ഞിടും അമ്മട്ടേ ഭൂതസംഗമം. അല്ലേ ജീവിതം എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കൂ. എത്ര ഭംഗിയിൽ പൂന്താനം പറഞ്ഞിട്ടുണ്ട്. കൂടിയല്ല മരിക്കുന്ന നേരത്ത്, കൂടിയല്ല ജനിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിച്ചിടുന്നെന്തിനു നാം വൃഥാ. ഞാൻ ലൈറ്റിടില്ല. തൻ്റെ ട്രങ്ക് തൻ്റെ പെട്രോൾ സീറ്റിൻ്റെ അടിയിൽ കൊണ്ടൊക്കെ. കൂടിയല്ല ട്രെയിനിൽ കയറുന്ന നേരത്ത്, കൂടിയല്ല ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത്. ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കയറി, ഞാൻ ഡൽഹിയിൽ ഇറങ്ങി, ഇവർ തൃശ്ശൂരിൽ നിന്ന് കയറി. കൂടിയല്ല ജനിക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിച്ചിടുന്നത് എന്തിനു നാം വൃഥാ. എന്തിനാ മത്സരിക്കുന്നത്? ആരാ നമ്മൾ? വ്യാമോഹത്തിന് മരുന്ന് വിവേകപൂർണമായ ജീവിതമാണ്, വിവേകപൂർണമായ വിചാരമാണ്. വിവേകപൂർണമായ വിചാരം. അപ്പോൾ ഈ ചോദ്യത്തിനൊക്കെ ഒന്ന് വിവേകപൂർണമായ വിചാരവും നടത്തി നോക്കൂ. നമുക്ക് കാതേ കാന്ത. ഭാര്യ ആരാണ്? ആലോചിച്ച് നോക്കൂ. ആരാ ഭാര്യ? ഭാര്യ സോൺസോ സോൺസോ പേരല്ലടോ ചോദിച്ചേ. ആരാണ് അവർ? എന്നതെൻ്റെ ഭാര്യയെ 1970. അതിന് മുമ്പേ ഐ വാസ് സംവെയർ എൽസ്. താൻ എവിടെയായിരുന്നു? ഐ വാസ് സംവെയർ എൽസ്. അവരെങ്ങനെയുണ്ടായി? അവരവരുടെ അച്ഛനും അമ്മയും കഴിച്ച ഭക്ഷണത്തിൽ നിന്ന്, ഭക്ഷണത്തിൻ്റെ ശേഷി കൊണ്ട്, അതിൽ നിന്ന് കഴിച്ച പോഷകാശം കൊണ്ട് അവരവിടെ ഉണ്ടായി. ഞാൻ ജനിക്കുന്നതിൽ ഒരു 5-8 കൊല്ലം മുമ്പ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഞാനുണ്ടായി. ആ ഭക്ഷണം എവിടെ നിന്നുണ്ടായത്? ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും തൻ്റെ അച്ഛനും അമ്മയ്ക്കും എവിടെ നിന്നുണ്ടായത്? അവർ കഴിച്ച ആഹാരത്തിൽ നിന്ന്. ആഹാരം എവിടെ നിന്നുണ്ടായത്? മണ്ണിൽ നിന്ന്. അപ്പോൾ ആ കുട്ടി ഒരു മണ്ണിൻ്റെ പരിണാമല്ലേ? നിങ്ങളൊരു മണ്ണിൻ്റെ പരിണാമല്ലേ? മണ്ണ് പരിണമിച്ചിട്ടല്ലേ ഫുഡായത്? ഫുഡ് പരിണമിച്ചിട്ടല്ലേ ഫോയറ്റസ് ആയത്? ബീജം പരിണമിച്ചിട്ടല്ലേ നിങ്ങളുണ്ടായത്? ആ കുട്ടി ഉണ്ടായതും അങ്ങനെയല്ലേ? അപ്പോൾ അതൊരു മണ്ണാങ്കട്ട, നിങ്ങളൊരു മണ്ണാങ്കട്ട. 2 മണ്ണാങ്കട്ട. ഒരു മണ്ണാങ്കട്ട എവിടെയോ 1944 ജനിച്ചു. വേറൊരു മണ്ണാങ്കട്ട വേറെ എവിടെയോ 1952 ജനിച്ചു. ഇത് രണ്ടും കൂടി 1970 വരെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാണ്ട് എവിടെയോ നടന്നു. രണ്ടുപേരും 2 വീക്കിൽ നടന്നു. എന്തോ കാരണവശാൽ 1970 രണ്ടാളും കൂടി യോജിച്ചു. ഈ 2 മണ്ണാങ്കട്ടയും കൂടി യോജിച്ചു. 1970 മുതൽ പറയാണ് ഒരു മണ്ണാങ്കട്ട, നിങ്ങളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എ മണ്ണാങ്കട്ട ഇല്ലാണ്ട് ബി മണ്ണാങ്കട്ടയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തൊരു വാദമാണത്! കൂടിയല്ല മരിക്കുന്ന നേരത്ത്, കൂടിയല്ല ജനിക്കുന്ന നേരത്ത്. അല്ലേ? എന്തിനാ വൈരാഗ്യം? സുഖമായിട്ട് ജീവിക്കൂ, സുഖമായിട്ട് ജീവിക്കൂ. ദേഷ്യപ്പെടാതെ, കോപമില്ലാണ്ട്, അസൂയയിലില്ലാണ്ട്, ദുർബന്ധം ദുരാചാരങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിക്കൂ സുഖമായിട്ട്. എത്ര കാലമായി നിങ്ങൾക്ക് നിർദ്ദിഷ്ട ആയുസ് വരെ ജീവിക്കൂ. ആരാ വേണ്ട പറയണം? എത്ര സുഖമായിട്ട് കൊണ്ടുപോകാം. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത നൂലാമാലകൾ വലിച്ച് ചിന്തിച്ച് മനസ്സിൽ കൂട്ടി അതൊരാഗ്രഹമാക്കി മാറ്റി അത് പിന്നെ എന്താ പറയുക, തല്ലിയാലും അടിച്ചാലും ഒന്നും മാറാത്ത രീതിയിൽ അത്ര കട്ടയായിട്ട് ഉള്ളിൽ അങ്ങോട്ട് പതിപ്പിച്ച് വെച്ച് പിന്നെ അത് നശിപ്പിക്കാനായിട്ട് കുറേ കാലം ചെലവഴിക്കുക. എന്തിന്?
ബന്ധുക്കളും ബന്ധങ്ങളും എല്ലാം ആവശ്യമാണ്. ജീവിതത്തിന് അത് സ്വാദ് കൂട്ടുക ചെയ്യുക. ഒറ്റയ്ക്കുള്ള ഒരു ട്രാവൽ ഡൽഹി വരെ ആലോചിച്ച് നോക്കുമോ? നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? ആ തൃശ്ശൂരിൽ 4 ആൾ കയറി പാലക്കാട് വരെ സംസാരിച്ചു. അവിടുന്ന് ഫുഡൊക്കെ ഷെയർ ചെയ്ത് സുഖമായിട്ട് അന്യോന്യം വർത്തമാനമൊക്കെ പറഞ്ഞ് രാത്രി ഇങ്ങനെ ഇരുന്ന് കിടന്ന് വർത്തമാനം പറഞ്ഞ് നല്ല ട്രെയിനിൻ്റെ ഒച്ച, നല്ല യാത്രയുടെ നല്ല നിലാവ് വെളിച്ചം, ഇതെല്ലാം സുഖമായിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഓരോരുത്തർ ഇറങ്ങേണ്ട ഇതിൽ ഇറങ്ങിപ്പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് പരിചയപ്പെട്ടു. 4 ആളെ പരിചയപ്പെട്ടല്ലോ, നന്നായി, എന്തൊരനുഭവമാണ് എന്ന് ചിന്തിക്കാണ്ട് ഈ ബന്ധുക്കളും ബന്ധനങ്ങളും എല്ലാം ആവശ്യമാണ്. ദാറ്റ് ഈസ് എ സ്പൈസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ തൊട്ട് നിൽക്കാനുള്ള സാധനങ്ങളാണ് അതൊക്കെ. ഉപ്പിലിട്ടതാണ്, സ്പൈസസാണ് ബന്ധുക്കളെല്ലാം. പക്ഷെ അതാത് ബന്ധത്തിന് അതാത് സ്ഥലത്ത് നിർത്തണം. തലയിൽ കയറ്റി വയ്ക്കരുത് ഒരു ബന്ധത്തിനെയും ഒരു ബന്ധനത്തിനെയും. ആരും അതെ, ഭാര്യ ഭർത്താവിനായാലും ശരി, ഭർത്താവ് ഭാര്യയായാലും ശരി, അധ്യാത്മിക വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പന തലയിൽ കയറ്റി വെക്കേണ്ട പ്രശ്നമേ ഇല്ല. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പരിചരിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, കാല് കഴുകി കൊടുത്തോളൂ, നോ പ്രോബ്ലം. ബട്ട് ഐ നോ ഇതൊരു കാലത്ത് അവസാനിക്കുന്നത്. ഞാനൊരു കാലത്ത് അവസാനിക്കും, അത് നീയും മനസ്സിലാക്കുക. നീ ഒരു കാലത്ത് അവസാനിക്കുന്നത് ഞാനും മനസ്സിലാക്കുക. പിന്നെ 2 ആളും കൂടി ഒപ്പം പോവുക, അത് സാധാരണ വളരെ വളരെ ദുർലഭമേ ഉണ്ടാവുള്ളൂ. അതുണ്ടെങ്കിൽ തന്നെ പോണവരെ ഒപ്പം പോവുള്ളൂ. അത് കഴിഞ്ഞാൽ രണ്ട് വഴിക്ക് പോകും. നിൻ്റെ വാസന എന്നെ കൊണ്ടുപോകും, എൻ്റെ വാസന എന്നെ കൊണ്ടുപോകും. പിന്നെ എന്തിനപ്പത്? അപ്പം ഈ അമിതമായ അറ്റാച്ച്മെൻറ്റ്, അമിതമായ ആവേശത്തിനോട് അതിൻ്റെ പാട്ടിലാവരുത്. വിവേകത്തിൻ്റെ കൂടെ നിൽക്കൂ. വിവേകം നമ്മുടെ ബന്ധുവാണ്, അവിവേകം നമ്മുടെ ശത്രുവാണ്. മാത്രമല്ല, ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഭാര്യയും അച്ഛനെയും അമ്മയും കുട്ടികളെയൊക്കെ നിങ്ങളാണോ ഇവരെയൊക്കെ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നത്? വളർത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ ഉള്ളൂ. നിങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ ഉള്ളൂ ഭഗവാൻ ഇതെന്ന് വളർത്തുമെന്ന്. നിങ്ങളുടെ മിടുക്കാണോ നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് ഉണ്ടായത്? തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അങ്ങനെയാണ് ഈ കുട്ടികളുണ്ടാവാൻ അമ്പലത്തിൽ നിന്നും പോയി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ലല്ലോ. എന്തിനാ ഒരേ അച്ഛനും അമ്മയ്ക്കും 2 തരത്തിലുള്ള കുട്ടികളുണ്ടാവണം? ഒരുത്തനൊരു ക്രിമിനൽ ബുദ്ധി, ഒരുത്തനൊരു സന്യാസി. എന്തിനാ അങ്ങനെ ആവണം? കണ്ടാലതെന്തതിശയം പരിണാമവാദം കൊണ്ടായതെന്തിവിടെ 2 കിടങ്ങളൊപ്പം ഉണ്ടായി അത് ഏകൻ ഒരു പത്നിയിൽ എന്തു ഭേദം 2 ആൾക്കും ഒന്നമൃത് മറ്റതു കാളകൂടം. എങ്ങനെയാണ് ഒരു കുട്ടി അമൃതമായതും മറ്റു കുട്ടി കാളകൂടായതും? ആലോചിക്കുമോ? നിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ നിങ്ങൾ അമൃതമല്ലേ ഉണ്ടാക്കുള്ളൂ, കാളകൂടം ഉണ്ടാക്കില്ലല്ലോ. എങ്ങനെയാണ് അവൻ കാളകൂടായത്? നിങ്ങൾ കാളകൂടം വിഷം കൊണ്ട് വായ കൊടുത്തതല്ലോ, മറ്റവൻ അമൃതം കൊണ്ട് വായ കൊടുത്തതല്ലോ. അവൻ്റെ സംസ്കാരം. അവൻ തൃശ്ശൂരിൽ നിന്ന് കയറേണ്ടവൻ തൃശ്ശൂരിൽ നിന്ന് കയറി, പാലക്കാട് ഇറങ്ങേണ്ടവൻ പാലക്കാട് ഇറങ്ങി, ആഗ്രയിൽ ഇറങ്ങേണ്ടവൻ ആഗ്രയിൽ ഇറങ്ങി. വൈ ആർ യു വറീഡ്? യു ഗോ വേർ യു വാണ്ട് ടു ഗോ. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഡൽഹി അല്ലേ? ഇട്ടിരുന്നോളൂ, ഡൽഹി വന്നിട്ട് നീട്ടാൽ മതി. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ നിങ്ങൾക്ക്, ആ റെയിൽവേയിലുള്ള സാധനങ്ങൾ, ആ ബെഡ്റോള്, ആ സീറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് തന്നതാണ്. നിങ്ങളുടെ അല്ല അതൊന്നും. ഭഗവാൻ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിനല്ല, വേറൊരു കൈവശാവകാശവും ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശവും. പൊസഷൻ ആൻഡ് യൂസ്. ചോദിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടത് സാമാന്യ മര്യാദയാണ്. ഞാൻ കോടതി പോകുന്നുണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ന്യായമായിട്ട്. നിങ്ങളല്ലാണ്ട് വേറെ ആർക്കും ഇവനെ മേയ്ക്കാൻ പറ്റില്ല. ഈ കൊടും രാക്ഷസനെ നിങ്ങൾക്ക് മാത്രമേ ഭർത്താവായിട്ട് മേയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് കൊണ്ടുപോക്കോ, നോക്കിക്കോ. അല്ലെങ്കിൽ ഈ രാക്ഷസിയെ നിനക്ക് മാത്രമേ ഭാര്യയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ, കൊണ്ടു നടന്നോ. വേറെ ആർക്കും പിള്ളേ മേയ്ക്കാൻ പറ്റില്ല, കൊണ്ടോക്കോ. തിരിച്ചു ചോദിച്ചാൽ അപ്പോൾ കൊടുക്കണം. ഇത് ഞാൻ തരില്ല, ഇത് എൻ്റെയാ എന്ന് പറഞ്ഞു. ആബ്സല്യൂട്ട്ലി നോട്ട്. ഉപയോഗിക്കാം, കൈവശം വയ്ക്കാം, ഇതൊക്കെ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പം ഈ വക സാത്വികമായിട്ടുള്ള സത്യചിന്തകൾ നമുക്ക് എവിടുന്ന് കിട്ടും? ഏത് വിദ്യാലയങ്ങളിലാണ് അത് പഠിപ്പിക്കുന്നത്? ഏത് കോളേജിലാണ് അത് പഠിപ്പിക്കുന്നത്? ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അത് പഠിപ്പിക്കുന്നത്?
ഈ പ്രായോഗികമായിട്ടുള്ള തത്വചിന്തകൾ എവിടുന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് പറയാൻ കാരണം. ഇവിടുന്ന് ഒന്നും ഈ ജ്ഞാനം കിട്ടില്ല. ഈ ജ്ഞാനം ഇല്ലാണ്ട് നിനക്ക് പറ്റൂല. യു കനോട്ട് സർവൈവ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ സുഗമമായിട്ട് നിനക്ക് ജീവിക്കുന്നതിൽ ആരും തടസ്സം നിൽക്കില്ല. നിൻ്റെ ബന്ധുക്കൾ, ബന്ധനങ്ങൾ, ഭാര്യ, ഭർത്താവ്, സഹോദരൻ, സഹോദരി, അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, അനുജൻ, അളിയൻ എല്ലാവരും വേണം. എല്ലാവരും ആവശ്യമാണ്. മോർ ദ പീപ്പിൾ മോർ ദ മെരിയർ. ആൾക്കാർ കൂടുന്നതോളം ആൾക്കാർ രസമാണ്. ഒരു 8 ആൾക്കാരെയൊക്കെ ട്രെയിനിൽ കിട്ടിച്ചാലോ ഷീട്ട് കളിക്കാം, സുഖമായിട്ട് റമ്മി കളിക്കാം. ഒറ്റയ്ക്കാണെങ്കിലോ ഇങ്ങനെ ബോറടിച്ച് അടിമ കയ്യും കൊടുത്ത് ഓരോ സ്റ്റേഷന് വരുമ്പോൾ എവിടെ എത്തിന്ന് ചോദിച്ചിരിക്കേണ്ടി വരും. ആൾക്കാരുണ്ടെങ്കിലോ ചുറ്റും എല്ലാവരും അവസാനം വരെ ഉണ്ടാവില്ല. എല്ലാവരും കയറുമ്പോൾ എല്ലാവരും വണ്ടിയിൽ ഒന്നിച്ച് കയറും. അവസാനം വരെ കയറിയാലും മുഴുവൻ അവസാനം വണ്ടിയിലിരിക്കും. അതും ഇരിക്കില്ല. സ്വാഭാവികം. കുറേ ആൾക്കാർ കയറും, കുറേ ആൾക്കാർ ഇറങ്ങും, ചിലപ്പോൾ നമ്മളും പെടും. എന്തപ്പോൾ ഇതിലൊരു ഒരു അൺനാച്ചുറലായിട്ടുള്ളത്? പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് എന്താ ഇതിലുള്ളത്? അങ്ങനെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ വാശി പിടിക്കുന്നത്? അത് നടക്കുമോ? നടത്തി തരുമോ ഭഗവാൻ? ആലോചിച്ച് നോക്കൂ. ജസ്റ്റ് തിങ്ക്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ തോട്ട് നാളെ വരെ മനസ്സിൽ കിടന്ന് ചിന്തിക്കേണ്ട തോട്ട്: കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര കസ്യത്വം കുതായാത തത്വം ചിന്തയ തതിഹ ഭ്രാത ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ദുഃഖൃങ്കരണേ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ശ്ലോകം നാളെ എടുക്കാം. എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ